ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻസ് 6 അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഏതാനും ജലവൈദ്യുത പദ്ധതികളും ജില്ലകളും കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളതാണ് പറയുന്നത്. കുറ്റ്യാടി കോഴിക്കോട്, കുറ്റ്യാടി കോഴിക്കോട്. ഇടമലയാർ എറണാകുളം. ജലവൈദ്യുത പദ്ധതികളാണ്. കുറ്റ്യാടി കോഴിക്കോടാണ്, ഇടമലയാർ എറണാകുളം. ഇനി KECBയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. KECB പ്രവർത്തനം ആരംഭിച്ചത് 1957 മാർച്ച് 31. KECB പ്രവർത്തനം ആരംഭിച്ചത് 1957 മാർച്ച് 31. കേരളത്തിൻ്റെ ഊർജം എന്നതാണ് KECBയുടെ ടാഗ് ലൈൻ. കേരളത്തിൻ്റെ ഊർജം എന്നതാണ് KECBയുടെ ടാഗ് ലൈൻ. വൈദ്യുതി ഭവനാണ് KECBയുടെ ആസ്ഥാനം. വൈദ്യുതി ഭവനാണ് KECBയുടെ ആസ്ഥാനം. അപ്പോൾ KECB പ്രവർത്തനം ആരംഭിച്ചത് 1957 മാർച്ച് 31. കേരളത്തിൻ്റെ ഊർജം എന്നതാണ് KECBയുടെ ടാഗ് ലൈൻ. വൈദ്യുതി ഭവനാണ് KECBയുടെ ആസ്ഥാനം. കേരളത്തിൻ്റെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ്ട് എത്ര ഡിഗ്രിയാണ്? 4 ഡിഗ്രി. കേരളത്തിൻ്റെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ്ട് 4 ഡിഗ്രിയാണ്. കേരളത്തിൽ 14ാമതായി രൂപമെടുത്ത ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ കണ്ടൽക്കാടുകളുടെ വിസ്തൃതിയിൽ 1ാമതുള്ള ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിൽ കണ്ടൽക്കാടുകളുടെ വിസ്തൃതിയിൽ 1ാമതുള്ള ജില്ലയാണ് കണ്ണൂർ. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത്? തൃശ്ശൂർ. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശ്ശൂർ. ഏറ്റവും ജനസംഖ്യ കൂടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഒളവണ്ണ. ഏറ്റവും ജനസംഖ്യ കൂടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് ഒളവണ്ണ. ഇനി കേരളത്തിലെ ആകെ ലോക്സഭാ സീറ്റുകൾ 20. കേരളത്തിലെ ആകെ രാജ്യസഭാ സീറ്റുകൾ 9. കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിൽ സംവരണമുള്ളവയാണ് 2. അപ്പോൾ കേരളത്തിലെ ആകെ ലോക്സഭാ സീറ്റ് 20, ആകെ രാജ്യസഭാ സീറ്റ് 9. കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിൽ സംവരണമുള്ളത് 2. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ബാണാസുര സാഗർ അണക്കെട്ട്? വയനാട്. വയനാട് ജില്ലയിലാണ് ബാണാസുര സാഗർ അണക്കെട്ട്. അഷ്ടമുടി കായലിൽ പതിക്കുന്ന പ്രധാന നദിയാണ് കല്ലടയാർ. അഷ്ടമുടി കായലിൽ പതിക്കുന്ന പ്രധാന നദിയാണ് കല്ലടയാർ. ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്ന ദിവസമാണ് നവംബർ 26. ലോക സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്ന ദിവസമാണ് നവംബർ 26. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ഏത്? ക്ലാസിക്കൽ ഇംപീരിയൽ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ഏതാണ്? ക്ലാസിക് ഇംപീരിയൽ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയതാര്? M. ശ്രീശങ്കർ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് നേടിയതാരാണ്? M. ശ്രീശങ്കർ. റോക്കറ്റിംഗ് ത്രൂ ദി സ്കൈസസ് ISROയിലെ സംഭവബഹുലമായ ജീവിതം ആരുടെ കൃതിയാണ്? G. മാധവൻ നായർ. റോക്കറ്റിംഗ് ത്രൂ ദി സ്കൈസസ് ISROയിലെ സംഭവബഹുലമായ ജീവിതം ആരുടെ കൃതിയാണ്? G. മാധവൻ നായർ. 13ാമത് ദേശീയ സീനിയർ ഹോക്കി പുരുഷ വിഭാഗം ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ആര്? പഞ്ചാബ്. 13ാമത് ദേശീയ സീനിയർ ഹോക്കി പുരുഷ വിഭാഗം ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ആരാണ്? പഞ്ചാബ്. ആനകൾ റെയിൽപാളം ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ കൂട്ടിയിടി തടയാനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച AI അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ് ഗജരാജ് സുരക്ഷ. ആനകൾ റെയിൽപാളം ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെ കൂട്ടിയിടി തടയാനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച AI അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ് ഗജരാജ് സുരക്ഷ. 2023 നടന്ന 19ാമത് ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിലെ ജേതാക്കൾ ആര്? ജർമ്മനി. 2023 നടന്ന 19ാമത് ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പിലെ ജേതാക്കളാണ് ജർമ്മനി. സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനായി മിഷൻ ദക്ഷ് പരിപാടി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനായി മിഷൻ ദക്ഷ് പരിപാടി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ 2023 ഇടം നേടിയ ഇന്ത്യയിലെ പരമ്പരാഗത നൃത്തരൂപം ഏത്? ഗർബ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ
2023 ഇടം നേടിയ ഇന്ത്യയിലെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗർബ. ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ? മിസോറാം. ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ? മിസോറാം. പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ബ്രസൽസ്. ബ്രസൽസ് പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ്. 2023 ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഡാർജിലിംഗ്. 2023 ഡിസംബറിൽ സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഡാർജിലിംഗിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് പഠനാവസരം ഒരുക്കാനായി സമന്വയ എന്ന പരിപാടി ആരംഭിച്ച സർവകലാശാല ഏത്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് പഠനാവസരം ഒരുക്കാനായി സമന്വയ പരിപാടി ആരംഭിച്ച സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. 2023 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസിന് അർഹമായത് അലി അബു അവ്വാദ്, ഡാനിയൽ ബാറൻബോയിം. 2023 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസിന് അർഹമായത് അലി അബു അവ്വാദ്, ഡാനിയൽ ബാറൻബോയിം. മികച്ച പാർലമെൻറ്റ് അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള MP ആര്? NK പ്രേമചന്ദ്രൻ. മികച്ച പാർലമെൻറ്റ് അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള MP ആണ് NK പ്രേമചന്ദ്രൻ. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് നടന്നത് എവിടെ? കാസർഗോഡ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് നടന്നത് കാസർഗോഡ്. ഒട്ടകവർഗത്തിലെ ജന്തുക്കളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നത് 2024. ഒട്ടകവർഗത്തിലെ ജന്തുക്കളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കുന്നത് 2024. എത്രാമത്തെ ഒളിമ്പിക് ഗെയിംസിനാണ് 2024 പാരീസ് വേദിയാവുന്നത്? 33. എത്രാമത്തെ ഒളിമ്പിക്സ് ഗെയിംസിനാണ് 2024 പാരീസ് വേദിയാകുന്നത്? 33. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്നത് എവിടെ? ന്യൂഡൽഹി. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്നത് ന്യൂഡൽഹി. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സൂറത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിട സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് സൂറത്ത്. ബ്രിട്ടീഷുകാർ മലബാർ സ്പെഷ്യൽ പോലീസിന് രൂപം നൽകിയത് ഏത് കലാപം അടിച്ചമർത്താനായിരുന്നു? മാപ്പിള കലാപങ്ങൾ. ബ്രിട്ടീഷുകാർ മലബാർ സ്പെഷ്യൽ പോലീസിന് രൂപം നൽകിയത് മാപ്പിള കലാപങ്ങൾ അടിച്ചമർത്താനായിരുന്നു. മാപ്പിള കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ് ആര്? കനോലി. മാപ്പിള കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റാണ് കനോലി. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. തലശ്ശേരി സബ് കളക്ടർ TH ബേബർ ഏത് കലാപത്തെ പറ്റിയാണ് ഇപ്രകാരം പറഞ്ഞത്? കുറിച്യർ കലാപം. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. തലശ്ശേരി സബ് കളക്ടർ TH ബേബർ കുറിച്യർ ലഹളയെപ്പറ്റി പറഞ്ഞ സെൻറ്റൻസ് ആണിത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്? ക്വിറ്റ് ഇന്ത്യ സമരം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി കേരളത്തിൽ നടന്ന വിവിധ പ്രക്ഷോഭങ്ങളാണ്. രാജധാനി മാർച്ച് 1938. രാജധാനി മാർച്ച് 1938. കയ്യൂർ സമരം 1941. കയ്യൂർ സമരം 1941. വൈദ്യുതി സമരം 1936. വൈദ്യുതി സമരം 1936. പുന്നപ്ര വയലാർ സമരം 1946. പുന്നപ്ര വയലാർ സമരം 1946. അപ്പോൾ 1938 രാജധാനി മാർച്ച്, 1941 കയ്യൂർ സമരം, 1936 വൈദ്യുതി സമരം, 1946 പുന്നപ്ര വയലാർ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഡൽഹിയിലെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഡൽഹിയിലെ മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. നാനാ സാഹേബ്, താന്തിയ തോപ്പി എന്നിവർ ചേർന്ന് 1857 കലാപം നയിച്ചതെവിടെ? കാൺപൂർ.
നാനാ സാഹിബും താന്തിയ തോപ്പിയും ചേർന്ന് 1857 കലാപം നയിച്ചത് കാൺപൂർ. ബംഗാളിലാണ് സ്വദേശി പ്രസ്ഥാനം ഉടലെടുത്തത്. സ്വദേശി പ്രസ്ഥാനം ഉടലെടുത്തത് എവിടെയാണ്? ബംഗാളിലാണ്. ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് സ്വദേശി പ്രസ്ഥാനം ശക്തമായത്. ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് സ്വദേശി പ്രസ്ഥാനം ശക്തമായത്. സ്വദേശി സമരകാലത്ത് തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗം കൂടി. സ്വദേശി സമരകാലത്ത് തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗം കൂടി. അപ്പോൾ ബംഗാളിലാണ് സ്വദേശി പ്രസ്ഥാനം ഉടലെടുത്തത്. ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് സ്വദേശി പ്രസ്ഥാനം ശക്തമായത്. സ്വദേശി സമരകാലത്ത് തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗം കൂടി. ഇനി പ്രാർത്ഥനാ സമാജവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആത്മാറാം പാണ്ഡുരംഗ്. 1878 പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയതാര്? 1878 പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭു ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന ഇന്ത്യക്കാരനാര്? ജവഹർലാൽ നെഹ്റു. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന ഇന്ത്യക്കാരനാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സ്ഥാപനമേത്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സ്ഥാപനമാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയ വർഷം? 1986. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയ വർഷം 1986. എന്തിനുദാഹരണമാണ് SLV-3 ഉപഗ്രഹ വിക്ഷേപണ വാഹിനി? എന്തിനുദാഹരണമാണ് SLV-3 ഉപഗ്രഹ വിക്ഷേപണ വാഹിനി? ഭരണഘടനയുടെ കരടിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയ വർഷം? 1949 നവംബർ 26. ഭരണഘടനയുടെ കരടിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയ വർഷമാണ് 1949 നവംബർ 26. ഭരണഘടനയിലെ ആദ്യത്തെ ഭേദഗതി പ്രാബല്യത്തിലായ വർഷം? 1951 ജൂൺ. ഭരണഘടനയിലെ ആദ്യത്തെ ഭേദഗതി പ്രാബല്യത്തിലായ വർഷം 1951 ജൂൺ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗത്തിന് അടിസ്ഥാനമായി മാറി? ആമുഖം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായി മാറി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരമേത്? 42ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്ന് ഉൾക്കൊണ്ട പ്രധാന ആശയങ്ങളാണ് ഏകപൗരത്വം, പാർലമെൻ്ററി ജനാധിപത്യം, രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരം. ഏകപൗരത്വം, പാർലമെൻ്ററി ജനാധിപത്യം, രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരം. ഇതൊക്കെ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നും ഉൾക്കൊണ്ട പ്രധാന ആശയങ്ങളാണ്. ഏത് കൊടുമുടിയുടെ മറ്റൊരു പേരാണ് മൗണ്ട് K2? ഗോഡ്വിൻ ഓസ്റ്റിൻ. ഏത് കൊടുമുടിയുടെ മറ്റൊരു പേരാണ് മൗണ്ട് K2? ഗോഡ്വിൻ ഓസ്റ്റിൻ. ബംഗ്ലാദേശിൽ ജമുന എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിൽ ജമുന എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇനി ഏതാനും നദികളുടെ പേര് ചുവടെ ചേർക്കുന്നു. ഇവയിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ് ഗംഗ, ബ്രഹ്മപുത്ര. ഗംഗ, ബ്രഹ്മപുത്ര ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏത് അണക്കെട്ടിന് അഭിമുഖമായാണ് സ്ഥാപിച്ചിരിക്കുന്നത്? സർദാർ സരോവർ ഡാം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏത് അണക്കെട്ടിന് അഭിമുഖമായാണ് സ്ഥാപിച്ചിരിക്കുന്നത്? സർദാർ സരോവർ ഡാം. ഏത് ബാങ്കിൻ്റെ മുൻഗാമിയായിരുന്നു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻഗാമിയായിരുന്നു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതായിരുന്നു? ആപ്പിൾ. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. ആദ്യത്തെ ഖേൽരത്ന പുരസ്കാര ജേതാവാര്?
വിശ്വനാഥൻ ആനന്ദ്. ആദ്യത്തെ ഖേൽരത്ന പുരസ്കാര ജേതാവാണ് വിശ്വനാഥൻ ആനന്ദ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷമേത്? 1954. കേന്ദ്ര സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം 1954. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഇനി ചുവടെ പറയുന്നതിൽ മൃദുലോഹങ്ങൾ ഏതൊക്കെ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. മൃദുലോഹങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. വാഹന എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നത് ജലത്തിൻ്റെ ഏത് ഗുണം പ്രയോജനപ്പെടുത്തിയാണ്? താപധാരിത. വാഹന എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നത് ജലത്തിൻ്റെ താപധാരിത എന്ന ഗുണം പ്രയോജനപ്പെടുത്തിയാണ്. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങളെ വേർതിരിക്കാനുള്ള പ്രക്രിയ ഏത്? ആംശിക സ്വേദനം. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങളെ വേർതിരിക്കാനുള്ള പ്രക്രിയയാണ് ആംശിക സ്വേദനം. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട ഏത് ഊർജമാണ്? രാസോർജം. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. ലിംഫ് വാഹിയിൽ വിരകൾ വളരുന്നത് മൂലം ലിംഫിൻ്റെ പ്രവാഹം തടസ്സപ്പെടുകയും ശരീരഭാഗങ്ങൾ വീങ്ങുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് മന്ത്. ലിംഫ് വാഹിയിൽ വിരകൾ വളരുന്നത് മൂലം ലിംഫിൻ്റെ പ്രവാഹം തടസ്സപ്പെടുകയും ശരീരഭാഗങ്ങൾ വീങ്ങുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് മന്ത്. ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്ന രോഗാവസ്ഥയാണ് ടെറ്റനി. രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്ന രോഗാവസ്ഥ ഏതാണ്? ടെറ്റനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യരിലെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 80. മനുഷ്യരിലെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80. ഇനി വൈറ്റമിൻ സിയെ പറ്റിയുള്ള പ്രസ്താവനയാണ്. ചൂടാക്കിയാൽ നഷ്ടമാകുന്ന വൈറ്റമിൻ. വൈറ്റമിൻ സിയെ പറ്റി ചൂടെ പറയുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ചൂടാക്കിയാൽ നഷ്ടമാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. ശരീരത്തിലെ കോശങ്ങൾ അമിതമായി വിഭജിച്ച് ക്രമരഹിതമായി പെരുകുന്നത് ഏതു രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു? ക്യാൻസർ. ശരീരത്തിലെ കോശങ്ങൾ അമിതമായി വിഭജിച്ച് ക്രമരഹിതമായി പെരുകുന്നത് ഏതു രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു? ക്യാൻസർ. മനുഷ്യരിലെ ക്രോമസോം സംഖ്യ എത്രയാണ്? 46. മനുഷ്യരിലെ ക്രോമസോം സംഖ്യ എത്രയാണ്? 46. ശരീരത്തിൽ തെന്നി നീങ്ങുന്ന സന്ധികൾ കാണപ്പെടുന്നത് എവിടെ? കാൽപാദങ്ങളിൽ. ശരീരത്തിൽ തെന്നി നീങ്ങുന്ന സന്ധികൾ കാണപ്പെടുന്നത് എവിടെയാണ്? കാൽപാദങ്ങളിൽ. ശരീരം വിയർക്കുന്നതിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ത്? ശരീര താപനില ക്രമീകരിക്കൽ. ശരീരം വിയർക്കുന്നതിൻ്റെ മുഖ്യ ലക്ഷ്യമാണ് ശരീര താപനില ക്രമീകരിക്കൽ. എന്ത് രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ? രക്തസമ്മർദ്ദം. സ്ഫിഗ്മോമാനോമീറ്റർ എന്തിനാണ്? രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ്. വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? വൻകുടലിൽ. വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ പ്രധാനമായും കാണപ്പെടുന്നത് വൻകുടലിൽ. ഗ്ലൂക്കോസിനെ പ്രോട്ടീനായി സംഭരിക്കുന്ന സസ്യങ്ങളേവ? പയറുവർഗ്ഗങ്ങൾ. ഗ്ലൂക്കോസിനെ പ്രോട്ടീനായി സംഭരിക്കുന്ന സസ്യങ്ങളാണ് പയറുവർഗ്ഗങ്ങൾ. കാസർഗോഡ് കുള്ളൻ ഏത് കന്നുകാലി ഇനമാണ്? പശു. കാസർഗോഡ് കുള്ളൻ ഏത് കന്നുകാലി ഇനമാണ്? പശു. എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്? പൂച്ച. എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്? പൂച്ച. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനയ്ക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡൻ. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനയ്ക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.